ക്രഷ്ഡ് സെമി ഓർഗൻസ. അതൊരു ടിഷ്യൂ ഫീലിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഫിനിഷിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടിഷ്യൂവിൻ്റെ ഒരു ലുക്കും കൂടെ അതിനകത്ത് അതിൻ്റെ ഒരു ഷൈനൊക്കെ വന്നിട്ട് നല്ല രസമായിട്ട്. അപ്പോൾ ടിഷ്യൂ സാരീസ് ഗോയിങ് ബിഗ് ദിസ് സീസൺ. അപ്പോൾ ഈ ഒരു സീസണിൽ ഭയങ്കര പോപ്പുലറായിട്ട് നമ്മൾ ഒരുപാടിടത്ത് ഞാൻ റിപ്പീറ്റഡ്ലി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു വേരിയേഷനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇൻ ബ്യൂട്ടിഫുൾ കളേഴ്സ്, പേസ്റ്റൽ ടോൺസ് ആണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് എനിക്കൊരു ഗോൾഡൻ ടോൺ, ഈ ഒരു യെല്ലോ, അതൊരു ഭയങ്കര യെല്ലോ ഗോൾഡ് അല്ല, ഒരു ലൈറ്റ് സട്ടിൽ ഗോൾഡ്, യെല്ലോ ഗോൾഡൻ ഷെയ്ഡിലാണ് ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. ഒരു പെയിലാണ്. അതിൻ്റെ അകത്ത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയും അതിൻ്റെ കൂടെ തന്നെ കട്ട് വർക്ക് പാറ്റേണിലും ആയിട്ടാണ് അതിൻ്റെ ഒരു ബോർഡർ ലുക്ക് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. സാരിയിൽ ഈ ഒരു ഫ്ലോറൽസ് കുഞ്ഞു കുഞ്ഞു ബഡ് ലുക്കാണ് കേട്ടോ അതിനകത്ത് കൊടുത്തേക്കുന്നത്. അത് ഈ ഒരു എംബ്രോയിഡറി പാറ്റേണിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ക്രോസ് സ്റ്റിച്ചും പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാറ്റിൻ സ്റ്റിച്ചിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇന്നത്തെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. ക്രോസ് സ്റ്റിച്ചിങ്ങിൻ്റെ ഷെയ്ഡിങ് എപ്പോഴും പ്രത്യേക ലുക്കാണല്ലേ. അപ്പോൾ 4299 റേഞ്ചിൽ പാർട്ടി വെയർ ലുക്കാണ്. ആൻഡ് ബ്ലൗസും ഫുള്ളായിട്ട് ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസിൻ്റെ ആ ഒരു ബഡ് ലുക്ക് സ്കാറ്റേഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ക്രൗഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് റിയലി നൈസ് ലുക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഷുഗർ ബീഡിൻ്റെ എന്തെങ്കിലും ഒരു സ്കാറ്റർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് കുറച്ച് വർക്ക് ആഡ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ട്രാൻസ്പെറൻ്റ് അല്ല. ഇപ്പോൾ ഓർഗൻസയാണ്, ക്രഷ്ഡ് ഓർഗൻസ ആണെങ്കിൽ പോലും നമുക്ക് അത്രയ്ക്കൊരു ട്രാൻസ്പെറൻസി ഒന്നും വരത്തില്ല. ലൈറ്റ്ലി ഒരു ട്രാൻസ്ലൂസൻ ഫീൽ അതിനകത്ത് വരത്തുള്ളൂ കേട്ടോ. വളരെ ലൈറ്റായിട്ട് അതിനകത്ത് വരുന്നുള്ളൂ. കളേഴ്സ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഇസ് എ ലാവൻഡർ ഷെയ്ഡ്. അപ്പോൾ എംബ്രോയിഡറിയുടെ കളറൊക്കെ സെയിം തന്നെയാണ് എല്ലാത്തിനും വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗോട്ട് എ മോഫ് പിങ്ക് ഷെയ്ഡ്, യെല്ലോയിഷ് ഓറഞ്ച് ടോണിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്, ഗ്രീൻ കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ എവറിത്തിങ് ഓൾ ദി ഷെയ്ഡ്സ് ഹാവ് ദി സെയിം കളേഴ്സ്. ആൻഡ് ദിസ് ഇസ് ദി നെക്സ്റ്റ് ഷെയ്ഡ്. നല്ല രസമുള്ള ഒരു ലുക്കാണ്. നല്ല അത്യാവശ്യം ബ്രോഡായിട്ട് രണ്ട് സൈഡിലെയും ഒരേപോലെ വിടത്തിലാണ് ഓട്ടയൊക്കെ വന്നിരിക്കുന്നത്. നല്ല കുറച്ച് ഡെലിക്കേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം, ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യേണ്ട കളക്ഷനാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ബ്ലൗസ് നല്ല ഫീലിൽ വന്ന് നല്ലൊരു എന്താ പറയുക, കളർ ഇസ് വെരി പ്രിറ്റി. നല്ല ഭംഗിയുള്ള സാരിയാണ്. പാർട്ടി വെയർ ലുക്കിന് സംതിങ് ദാറ്റ് യു കെൻ ആക്ച്വലി വർക്ക് ഓൺ. ആൻഡ് ദാറ്റ് വാസ് ലാവൻഡർ ഷെയ്ഡ്. നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഷെയ്ഡാണ്. ഒരു സ്കൈ ടോണൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ഷെയ്ഡ്. എല്ലാ കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉടുത്തത് ഇങ്ങനെ തുറന്ന് കാണുമ്പോഴേക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഉടുത്ത് കുത്തുന്നേരം വരെയാണ് അതിനകത്ത് ഒരു കട്ട് വർക്ക് പാറ്റേൺ വന്നിരിക്കുന്നത്. നല്ല ഫുൾ ലുക്ക്. ആൻഡ് വേറെ ചെയ്യുമ്പോൾ ലൈറ്റ് വെയ്റ്റ് സാരീസാണ് കേട്ടോ. ബ്ലൗസ് വന്നിരിക്കുന്നത് സെയിം ലുക്കിൽ തന്നെയാണ് വിത്ത് എംബ്രോയിഡറി. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എ ഗ്രീൻ, മെറ്റാലിക് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാട്ടോ. എല്ലാ കളറും ഒരേപോലെ ഭംഗിയുണ്ട്. എനിക്ക് അതിനകത്ത് ഏതാ ഫേവറേറ്റ് എന്ന് ആക്ച്വലി എനിക്ക് മിക്കവാറുള്ള കളക്ഷൻസിൻ്റെ അകത്തൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും ദിസ് ഇസ് ദ കളർ ഐ ലൈക്ക് ദി മോസ്റ്റ് എന്നങ്ങനെ ഒരു ഫീലിംഗ് വരാറുണ്ട്. പക്ഷേ ഈ ഒരു കളക്ഷൻ്റെ അകത്ത് എവറി സാരി വൺസ് ഐ ഓപ്പൺ ഇറ്റ്സ് റിയലി പ്രിറ്റി. അതാണ് ലുക്ക്. ആൻഡ് ദെൻ വി ഹാവ് എ പിങ്ക് ഷെയ്ഡ്, എ ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ്. ഈ സാരീസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബർത്ത്ഡേ പാർട്ടീസൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ തീം ബേസ്ഡ്, മിക്കവാറും നമ്മൾ കുട്ടികളുടെയൊക്കെ തീം ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടീസിനകത്തൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ഉള്ള ഒരു കളേഴ്സാണ് അതിൻ്റെ അകത്ത് വരാറുള്ളത്. ഈവൻ ഇഫ് ഇറ്റ്സ് ബോയ്സ് ആണെങ്കിലും നമുക്ക് ആ ഒരു ഗ്രീൻ ടോൺ അല്ലെങ്കിൽ ബ്ലൂ ഷെയ്ഡ്സ് ഒക്കെ കൂടുതലും വരാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് എക്സ്ട്രീം കളർ, പിന്നെ ഡാർക്ക് കളേഴ്സിലാണ് വരുന്നത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ഈ ഒരു പാലറ്റ് ഇസ് കവേർഡ്. സോ യുൽ ഹാവ് മോസ്റ്റ് ഓഫ് ഇറ്റ്. ടീലാണെങ്കിലോ ഗ്രീൻ ഷെയ്ഡിലോ ലാവൻഡർ, പിങ്ക്, പേർപ്പിൾ പിങ്ക് ഷെയ്ഡ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്ന കളേഴ്സുമാണ്. സോ ഇത് മദർ ഓൾസോ ക്യാൻ ട്രൈ ഓൺ സംതിങ് ലൈക്ക് ദിസ്. സോ വെരി നൈസ് പാർട്ടി വെയർ ലുക്ക് സാരീസ്. ക്രഷ്ഡ് ഓർഗൻസിൽ ടിഷ്യൂ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. വെരി ഫ്ലോയി സാരീസാണ് വിത്ത് കട്ട് വർക്ക് ആൻഡ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയുടെ കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്ന ബോർഡർ പാറ്റേൺ. BLD 211 എന്ന കോഡിൽ 4299 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്.
സമ്മേഴ്സിന് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ നമുക്കിനി കൂടുതലായിട്ടും സാരീസിനകത്ത് വരാൻ പോകുന്നത്. സമ്മർ ടൈമിന് ആക്ച്വലി നമുക്കിതൊരു വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഭയങ്കര ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. അതുകൊണ്ടാണ് ഇത് നമുക്ക് 95 ഒക്കെ വർക്കിന് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി നമുക്ക് ആ ഒരു ഗോൾഡൻ ല്യൂറക്സ് യാൻസ് യൂസ് ചെയ്തിട്ട് സെറിയുടെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മുടെ സെറിയെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ആ ഒരു ഷീൻ കുറച്ചും കൂടെ കൂടുതലാണ്, കുറച്ച് യെല്ലോ ടോണിലാണ് എൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഇതേപോലെയൊക്കെ ഉടുക്കാനായിട്ട് നമുക്ക് പ്ലീറ്റഡ് ലുക്കിലൊക്കെ ഉടുക്കാൻ വളരെ നല്ല സാരിയാണ് കേട്ടോ. നല്ല ഒതുങ്ങി നല്ല തീരെ വോളിയം ഒന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന സാരീസാണ്. ആൻഡ് പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്കത് നന്നായിട്ട് പ്ലേസ് ചെയ്യാം. നമുക്കൊരു ഡ്രേപ്പിസ്റ്റ് ഒന്നും ഇല്ലാണ്ട് രീതിയിൽ നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസ്. നല്ല കളേഴ്സാണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോ കളേഴ്സായിട്ട് കാണാം. ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. ഇതൊരു ഗ്രേ ടോൺ വന്നിട്ട് അതിനകത്തൊരു ഗ്രീൻ ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. അതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല. ആക്ച്വലി ഇതിനകത്ത് നമുക്ക് കുറച്ച് കളർ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് FK 301 302 ആയിട്ട് എനിക്കൊന്ന് ഏകദേശം ഒരു 10 ഷെയ്ഡ്സോളം നമ്മളിതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ബ്ലൗസിൻ്റെ ലിങ്കും കൂടെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തൊരു 2 സാരിയുടെ കൂടെ ആക്ച്വലി ഈ ഒരു ഷെയ്ഡ് ആക്ച്വലി ചേരും. ഞാൻ ഇപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതായിട്ടും കുറച്ച് ചേരുന്ന ഒരു ലുക്കാണ്. നമുക്ക് എക്സാക്ട്ലി മാച്ചിങ് സാരീസിനെ ബ്ലൗസിനെക്കാട്ടിലും ഇത് കുറച്ചൊന്ന് ഒരു വർക്ക്ഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ്. 999 റേഞ്ച് അതിനകത്ത് വരുന്നുണ്ടാവുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു റാണി പിങ്കിൻ്റെ അല്ല, കുറച്ച് റാണി പിങ്കും വാടാമുല്ലയുടെ ഇൻബിറ്റ്വീനായിട്ട് വന്നിരിക്കുന്നത് ഇച്ചിരി മജന്ത ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പല്ലു ഒരു ടെക്സ്ചർ വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഒരു ഷോർട്ട് പല്ലുമാണ്, ഒത്തിരി ബ്രോഡായിട്ട് വന്നിരിക്കുന്നതല്ല. ഫുൾ ബോഡിയിൽ സ്ട്രൈപ്പ് ലുക്കാണ്. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ലുക്ക് ടോളർ ആസ് വെൽ. ആൻഡ് ദെൻ വി ഹാവ് ദിസ് പ്രിറ്റി ഒരു ടർക്കോയിഷ് സ്റ്റോണിലോട്ട് പോയേക്കുന്ന ഷെയ്ഡാണ്. എല്ലാത്തിനകത്തും അത് ആ ഒരു ഗോൾഡൻ ടോൺ നല്ല ഭംഗിക്കാണ് നിൽക്കുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു അതിനകത്ത് കുട്ടത്തിൽ അതിനകത്തൊരു സട്ടിൽനെസ് വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. സോ ദിസ് ഇസ് ദി ലുക്ക്. And then we have the last one is really pretty brown shade. ആണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ബ്ലൗസ് എല്ലാത്തിൻ്റെ അകത്തും സെയിം ഷെയ്ഡിൽ തന്നെ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ലുക്ക്. അപ്പോൾ ട്രാൻസ്പെറൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയാണ് വരിക. നമുക്ക് ഒന്ന് ലൈറ്റ് വീവിങ് ഇതാണ്, പക്ഷെ ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷെ ലൈറ്റ്ലി വോവൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാലും വേറെ വൃത്തികേടൊന്നും വരത്തില്ല. പിന്നെ ഓരോന്നും കുറേയൊക്കെ നമുക്ക് എന്താ പേഴ്സണൽ ഇത് വെച്ചിട്ടിരിക്കും. എന്നാലും ഫുള്ളി ഒപ്പേക്ക് അല്ല കേട്ടോ. അപ്പം കാഷ്വൽ പ്ലേറ്റ് ഇടാനൊന്നും കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ റോങ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം തന്നെയാണ് അതിൻ്റെ സർഫസ് ഫിനിഷിങ് വെച്ചിട്ടാണ്. യു വിൽ അണ്ടർസ്റ്റാൻഡ് വിച്ച് ഇസ് ദ റൈറ്റ് സൈഡ്. ഇഫ് യു ജസ്റ്റ് ടച്ച് ഇറ്റ് യു കെൻ സീ ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് വരുന്നത് റൈറ്റ് സൈഡിലാണ്. റോങ് സൈഡും കുറച്ചും കൂടി ഒന്ന് ആ ഒരു മാറ്റർ ഫിനിഷിലോട്ട് പോകുന്നുള്ളത്. സോ ഇഫ് യു ക്യാൻ ഡ്രൈ ക്ലീൻ ഇറ്റ് വിൽ ബി ബെറ്റർ, ബിക്കോസ് ആ ഒരു സർഫസ് ഫിനിഷിങ് കുറച്ച് കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യും. വാഷ് സൈക്കിൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ മൾട്ടിപ്പിൾ വാഷ് ഡ്രൈ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇഫ് യു വാഷിംഗ് ഇറ്റ് അറ്റ് ഹോം, വാഷ് ഇറ്റ് സെപ്പറേറ്റ്ലി ആസ് വെൽ ഫസ്റ്റ് ഫ്യൂ വാഷസിനകത്ത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഗിവ് ദിസ് എ ട്രൈ. SK 302 and 301, പ്രൈസ് ഇറ്റ് 1099. ചന്ദേരി സിൽക്ക് സാരീസ്, പ്യുവർ ആയിട്ടുള്ള ചന്ദേരി സിൽക്ക് മെറ്റീരിയലിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്തേക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കേട്ടോ. സ്ക്രീൻ പ്രിന്റ് ചെയ്തേക്കുന്ന ഒരു ഡയമണ്ട് പാറ്റേൺ ആണ്. ഡയമണ്ട് പാറ്റേണും ഡോട്ട്സും ഒക്കെ ആയിട്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈൻസ് അല്ല, ഇങ്ങനെ വിട്ടുള്ള ലൈൻസ് ആയിട്ട് വരുന്ന ഡയമണ്ട് പാറ്റേണിൽ വന്നിരിക്കുന്ന സ്റ്റൈലാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. ബോർഡർ ഡീറ്റെയിലിംഗ് കണ്ടോ, കുഞ്ഞുകുഞ്ഞായിട്ടുള്ള ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്, കുഞ്ഞുകുഞ്ഞായിട്ടുള്ള ഒരു ജാൽ പാറ്റേൺ ആണ്. ആ ജാൽ പാറ്റേൺ വന്നേക്കുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. അപ്പോൾ എന്നിട്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞു വീതി കുറഞ്ഞ നല്ല ഭംഗിയുള്ളൊരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സിക്സാഗും അതുപോലെ ഡോട്ട്സും ഒക്കെ ആയിട്ട് വന്നേക്കുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നേക്കുന്ന നല്ല പ്രിറ്റി ആയിട്ടുള്ള സാരി. ഇതാണ് ഇതിൻ്റെ മുന്താണി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. മുന്താണിയിലും ആ ഗോൾഡൻ കളർ വീവിങ് പാറ്റേൺ വന്നിട്ടുണ്ട് കേട്ടോ. സെയിം കളർ ടോണിൽ തന്നെ ഒരു സെൽഫ് പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ്. നല്ല സുഖമുള്ള മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സമ്മർ സീസണിലാണെങ്കിൽ ഡെയിലി വെയർ ആയിട്ടോ വർക്ക് വെയർ ആയിട്ടോ ഒക്കെ സാരി ഉടുക്കുന്നവർക്ക്
നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ചന്തേരി സിൽക്ക് എന്ന് പറയുന്നത്. ചന്തേരി സിൽക്കിൽ നല്ല ഭംഗിയുള്ള പ്രിന്റ് ഡീറ്റെയിലിംഗ് 2 കളർ കോമ്പിനേഷനിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഒന്ന് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആൻഡ് ഡാർക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഗ്രേ സ്റ്റോൺ ആണ്. ഗ്രേ സ്റ്റോണിലും സെയിം തന്നെ പ്രിന്റ് പാറ്റേൺ. ആ പ്രിന്റ് പാറ്റേൺ വന്നേക്കുന്ന കൊച്ചു ബോർഡർ ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട്. ഇതിന്റെ കറക്റ്റ് കളർ നമ്മുടെ ബോർഡറിൽ വന്നേക്കുന്ന ഈ കളറാണ് കേട്ടോ. ഇതിന്റെ കറക്റ്റ് കളർ വന്നേക്കുന്നത് കണ്ടോ. ഇതാണ് സെയിം ബോർഡർ ഡീറ്റെയിലിംഗ് ഒക്കെയാണ്. താഴ്ഭാഗത്ത് ഒരു ജാൽ ഡിസൈൻ, നമ്മൾ ബനാറസി സാരീസിലൊക്കെ കാണില്ലേ, ഒരു അങ്ങനത്തെ ഒരു ജാൽ ഡിസൈൻ്റെ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ലോവർ പോർഷനിൽ. അപ്പർ പോർഷനിൽ ഒരു ജോമെട്രിക്കൽ ഷേപ്പിലുള്ള ജോമെട്രിക്കൽ പാറ്റേൺ, ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഒക്കെ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കൂടെ വന്നിട്ടുണ്ട്. അപ്പർ ബോർഡർ ഷോർട്ടർ ആയിട്ടുള്ള ബോർഡറും ലോവർ ബോർഡർ കുറച്ചുകൂടെ വീതി കൂടിയിട്ടുള്ള ബോർഡറുമാണ് കേട്ടോ. ഫുൾ സാരി ഈ സെയിം ഞാൻ ഉടുത്തിരിക്കുന്ന സാരി പോലെ തന്നെയാണ് ലുക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓപ്പൺ ലുക്ക് വരുന്നത്. മുന്താണിയുടെ ലുക്ക് വരുന്നത് ഇതാണ്, ഇങ്ങനെയാണ് മുന്താണിയുടെ ലുക്ക് വരുന്നത്. ആ വൈറ്റ് കളറിലുള്ള ലൈൻസും അതിൻ്റെ കൂടെ തന്നെ ആ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ഒരു ഗോൾഡൻ കളർ ആൻറ്റിക് കളറിലുള്ള ജെറി ഡീറ്റെയിലിംഗ് കൂടെ വന്നേക്കുന്ന മുന്താണി. ഇനി ഇതിൻ്റെ ബ്ലൗസ് കാണണ്ടേ. ബ്ലൗസ് വന്നേക്കുന്നത് ഇതാണ്ടോ, ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് മെറ്റീരിയൽ പ്ലെയിൻ ആയിട്ടുള്ള, ഇത് അതിൻ്റെ അടിയിലുള്ള ലൈൻസിൻ്റെ ആണ്, ആ ലൈൻ കാണുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയൽ വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല പ്രിറ്റി ആയിട്ടുള്ള സാരിയാണ്. YNG 107 ആണ് ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി. ഈ ബ്ലൂവിൻ്റെ കോഡ് വരുന്നത് YNG 107 ആൻഡ് 108 കോഡിലാണ് ഗ്രേ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഗ്രേയുടെ കോഡ് വരുന്നത് YNG 108 ആണ്. 2 സാരിയുടെയും പ്രൈസ് വരുന്നത് 3599. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store.